എഫ് ഓഫ് ടി ഈക്വൽ ടു ടി റേസ് ടു എൻ. നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നുള്ളതാണ്. ഇനി ഇതിൽ എഫ് ഓഫ് ടി എന്താ? ടി റേസ് ടു എൻ. അപ്പോൾ എൽ ഓഫ് ടി റേസ് ടു എൻ ആണ് കാണേണ്ടത്. എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റേസ് ടു എൻ ഡി ടി എന്ന് വരും. ഇതിപ്പം ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഏതിൻ്റെ ടേമിൽ? നമ്മുടെ വേരിയബിൾ ആരാന്ന് മനസ്സിലാകുന്നത് ഈ ഡീൻ്റെ കൂടെയുള്ള ആൾ ആരാണോ അയാളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻ്റഗ്രേഷൻ ആരെ പേരിലാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ടി അല്ലേ ഉള്ളത്, അപ്പോൾ ടീൻ്റെ ടേമിലാണ് ഇൻ്റഗ്രേഷൻ പോകുന്നത്. അതായത് രണ്ട് ഫങ്ഷൻസ് ഉണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ രണ്ട് ഫങ്ഷൻസ് പ്രൊഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പം ഹൈലൈറ്റ് എന്ന് പറയുന്ന റൂള് പ്രകാരം ആദ്യം ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എഴുതണം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് ലോഗരിതമിക് ഫങ്ഷൻസ് എഴുതാം. പിന്നെ ഓൾജിബ്രൈക്ക് അല്ലെ പോളിനോമിയൽ ഫങ്ഷൻസ് എഴുതാം. പിന്നെ ട്രിഗണോമെട്രിക് എഴുതാം. എക്സ്പോണൻഷ്യൽ ഏറ്റവും അവസാനം എഴുതാം. ഇതിപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, ഇതിപ്പോൾ ഒരു ഓൾജിബ്രൈക്ക് അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതും. സെയിം സാധനത്തിനെ ഒന്ന് മാറ്റി എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യും. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ രണ്ട് ഫങ്ഷൻസ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പ്രകാരം ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് റൂള്. ഇത് പ്രകാരമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ഇവിടെയുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ഇയാളാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇയാളാണ്. ഈ റൂള് പ്രകാരം ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് എന്ന് പറയുന്നത് ടി റേസ് ടു എൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് അവിടെ കൊടുക്കുക. മൈനസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ലിമിറ്റ് എന്താണോ തന്നത് ലിമിറ്റ് കൊടുക്കുക. പിന്നെ ഇവിടെയും ലിമിറ്റ് കൊടുക്കും. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 0 ടു ഇൻഫിനിറ്റി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് ടി റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എൻ ടി റേസ് ടു എൻ മൈനസ് 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അത് പ്രകാരം ഇടന്ത് വരും? എൻ ടി റേസ് ടു എൻ മൈനസ് 1. പിന്നെയോ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഡി ടി. ഒരു ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പം ഈ മേലെയുള്ള ലിമിറ്റാണ് ആദ്യം കൊടുക്കേണ്ടത്. ആർക്കാ കൊടുക്കണ്ടേ? ഈ വേരിയബിൾ നമ്മളിവിടെ കണ്ടുവച്ചില്ലേ, ഇയാൾ ഇവിടെ എവിടെയെല്ലാം വരുന്നോ അവർക്കാണ് ഇത് കൊടുക്കേണ്ടത്, ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ടി ആണല്ലോ നമ്മളെ ആള്, അപ്പോൾ ടി എവിടെ കാണുന്നോ അവിടെയാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല, ഇൻ്റഗ്രേഷൻ ഇപ്പുറത്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ അവിടെ വെക്കുക. ആദ്യം ഇവിടെ ലിമിറ്റ് കൊടുത്തിട്ട് ഇനി ഒന്ന് ചെറുതാക്കാനാവോ നോക്കാം. ഇൻഫിനിറ്റി ആദ്യം ടിക്ക് കൊടുത്തു. അപ്പം എന്ത് വരും? ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് വരുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി തന്നെയാകുക ബൈ മൈനസ് എസ്. മൈനസ് ടിക്ക് 0 കൊടുത്തു. 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0 ബൈ മൈനസ് എസ് എന്നല്ല ഇവിടെ വരിക. ഇനി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയിപ്പോയല്ലോ. മൈനസ് 0 ഇൻറ്റു ഏതൊരു ടേം ചെയ്താലും 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഇത് മൊത്തം 0 ആയിപ്പോയി. ആ ഒരു ബ്രാക്കറ്റ് മൊത്തം എന്തായി മാറി? 0 മൈനസ് 0 ഫോമിൽ വന്നു. പിന്നെയുള്ള മൈനസ് എഴുതി. ഇനി ഇവിടെ ടീൻ്റെ ടേമിലാണല്ലോ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ വേണ്ടത്. അതല്ലാത്ത ആൾക്കാരൊക്കെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ എൻ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് ബൈ മൈനസ് എസ് കോൺസ്റ്റൻ്റാണ്. ഈ മൈനസും ഈ പുറത്തുള്ള മൈനസും ചേർന്നപ്പം പ്ലസ് ആയി.
n ബൈ എസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്ത് വെച്ചു. പിന്നെ ആരാ ഉള്ളത്? 0 to ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ടി റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നാണ് ഉള്ളത്. ഇങ്ങനെയാണല്ലോ ഉള്ളത്. ഇനി നോക്ക്, ഈ ആള് മൊത്തം പോയി, പിന്നെന്താ n ബൈ എസ് ഇൻറ്റു, ഇനി ഇത് നോക്കിയാൽ ഇവിടെ നോക്ക്, എൽ ഓഫ് ടി റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടി റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവിടെ ടി റേസ് ടു n വരുമ്പം ഇവിടെ എൽ ഓഫ് ടി റേസ് ടു n വന്നു. അങ്ങനെയാണ് ഇവിടെ ടി റേസ് ടു n മൈനസ് 1 ആണെങ്കിൽ ഇതെന്താന്ന്? എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 1 ആയിരിക്കുമല്ലോ. ഇത് പ്രകാരം ഇവിടെ ടി റേസ് ടു n വരുമ്പം ടി റേസ് ടു n വന്നു. ഇവിടെ ടി റേസ് ടു n മൈനസ് 1 വരുമ്പം എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 1 വരും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? n മൈനസ് 1 എഴുതാം. ഇനിയോ ഇതും ഇൻ്റഗ്രേഷൻ ആണല്ലോ ചെയ്യാനല്ലേ. അല്ല ഈ സംഭവം എന്താ? എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പം ഫോർമുല പ്രകാരം ആദ്യം എന്താ വരിക? 0 ടു ഇൻഫിനിറ്റി ടി റേസ് ടു n മൈനസ്, ഈ സ്റ്റെപ്പിൻ്റെ ബാക്കി തന്നെ, ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതി. ഇനി പിന്നെയും നോക്ക്, ഇവിടെയും ടീൻ്റെ ടേം ഉണ്ട്, ഇവിടെയും ടീൻ്റെ ടേം ഉണ്ട്. പിന്നെ അതും ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഇവിടെ n ബൈ എസ് കോൺസ്റ്റൻ്റ് ആയി പുറത്ത് വെച്ചു. ഇനി ആദ്യം രണ്ട് ഫംഗ്ഷൻ, ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പിന്നെയും നമ്മൾ അപ്ലൈ ചെയ്യണം. അന്നേരം എന്താ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ടി റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എസ് ടീൻ്റെ ഇൻ്റഗ്രൽ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ഇനി ഇതിനെ ഒരു കുഞ്ഞു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലിമിറ്റ് കൊടുത്തു, മൈനസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡെറിവേറ്റീവ് ഓഫ് ടി റേസ് ടു n മൈനസ് 1. ടി റേസ് ടു n മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം n മൈനസ് 1 ടി റേസ് ടു n മൈനസ് 2 എന്ന് വരും. n മൈനസ് 1 ടി റേസ് ടു n മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി, അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഡി ടി. ഇത്രയും ഒരു വലിയ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായി. ഇനി ആദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിൽ ലിമിറ്റ് കൊടുക്കുക. അന്നേരത്ത് എന്താ വരിക? ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കും, ഇൻഫിനിറ്റി ഇവിടെ കൊടുത്തു. പിന്നെയോ ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി, ഇവിടെ എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെ ഇവിടെ വരിക. ഇ റേസ് ടു മൈനസ്, ഇത്ര ഓർത്താൽ മതി, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഫോമിൽ വന്നു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇ റേസ് ടു ഇൻഫിനിറ്റീൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ഇത് പ്രകാരം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഫസ്റ്റ് ടേം എന്തായി? 0 ആയി. മൈനസ് സെക്കൻഡ് 0 ഇൻറ്റു, ഇവിടെ ടിക്ക് 0 കൊടുത്ത 0 ഇൻറ്റു ഏത് ടേം വന്നു കഴിഞ്ഞാൽ അതും 0 ആയി. മൈനസ് എനിക്ക് n മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്, ബൈ മൈനസ് എസ് കോൺസ്റ്റൻ്റാണ്. ഈ മൈനസും ഈ മൈനസും ചേരുമ്പം പ്ലസ് ആയി. n മൈനസ് 1 ബൈ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി റേസ് ടു n മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വന്നു. ഇനി ഈ വലിയ ബ്രാക്കറ്റ് ഒന്ന് പൊട്ടിച്ചെഴുതുമ്പോൾ ഈ ടേം 0 ആയി. പിന്നെ ഈ n ബൈ എസ് ഇൻറ്റു ഇയാൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ, അപ്പോൾ n മൈനസ് 1 ബൈ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി റേസ് ടു n മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വന്നു. ഇവിടെ നമ്മൾ എന്താണോ പറഞ്ഞത് അതിൻ്റെ അടുത്തതായിട്ട് മാറി. ഇവിടെ പറഞ്ഞു ടി റേസ് ടു n മൈനസ് 1 വന്നപ്പോൾ അത് എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 1 ആയി. ഇവിടെ ഇപ്പോൾ ടി റേസ് ടു n മൈനസ് 2 വരുമ്പോൾ അതെന്തായി മാറി? n ബൈ എസ് ഇൻറ്റു n മൈനസ് 1 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 2 ആവൂലേ. ഇവിടെ ഫോർമുല പ്രകാരം ടി റേസ് ടു n മൈനസ് 2 വന്നു കഴിഞ്ഞാൽ എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 2. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും. n ബൈ എസ് ഇൻറ്റു n മൈനസ് 1 ബൈ എസ് ഇൻറ്റു അടുത്ത n മൈനസ് 2 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 3. ഇതിങ്ങനെ ചെയ്ത് പോയി അവസാനം എന്താ? 2 ബൈ എസ് ഇൻറ്റു 1 ബൈ എസ് വരും. ഇവിടെ എന്താ എൽ ഓഫ് ഏത് വാല്യൂ വരിക? ഇതിപ്പോൾ എന്താ? n മൈനസ് 1 കുറഞ്ഞല്ലേ പോയേ. അങ്ങനെ പോയി അവസാനം 1 വരെ എത്തിയേ. 1 എത്തി എൽ ഓഫ് ഏത് വാല്യൂ വരും എന്ന് നോക്കണം. നോക്ക്, ഇവിടെ n മൈനസ് 1 ആയ സമയത്ത് ടി റേസ് ടു n മൈനസ് 2. അപ്പോൾ ഇവിടെ ടി ആണ് വന്നത്. ഇവിടെ നോക്ക്, ഇവിടെ n വന്ന സമയത്ത് ടി റേസ് ടു n മൈനസ് 1 വന്നു. അതായത് n-നേക്കാളും ഒന്ന് കുറവായിട്ടുള്ളതാണ് ടീൻ്റെ പവറായിട്ട് വന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് n മൈനസ് 1 വന്നു, ടി റേസ് ടു അതിനേക്കാൾ ഒന്ന് കുറവ്, n മൈനസ് 1-നേക്കാൾ ഒന്ന് കുറവ്.
അപ്പോൾ അടുത്ത് ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ടി റേസ് ടു 1നേക്കാൾ 1 കുറവ് എന്ന് പറയുമ്പോൾ എന്താ 1 മൈനസ് 1 0. എൽ ഓഫ് ടി റേസ് ടു 0 വരും. ഇനി ടി റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പം ഇത് മാറിയിട്ട് എന്തായി 1/s ഇൻറ്റു n മൈനസ് 1/s ഇൻറ്റു എക്സെട്രാ ഇൻറ്റു 2/s ഇൻറ്റു 1/s ഇൻറ്റു എൽ ഓഫ് 1 ആവുമല്ലോ. ഇനി എൽ ഓഫ് 1ൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടുവച്ചിട്ടുണ്ട് 1/s ആണ്. അപ്പോൾ ഈ എൽ ഓഫ് 1നെ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം 1/s എന്ന് കൊടുക്കാം. അപ്പം എന്ത് വരും n/s ഇൻറ്റു n മൈനസ് 1/s എക്സെട്രാ 2/s ഇൻറ്റു 1/s ഇൻറ്റു ഒരു 1/s കൂടെ വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ n ഫാക്ടോറിയൽ അല്ലേ, ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇത്ര വരെ n ടേംസ് ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് s ഇൻറ്റു s സ്ക്വയർ ഇൻറ്റു s ക്യൂബ് ഇൻറ്റു എക്സെട്രാ s റൈസ് ടു n വരെയല്ലേ പോവാം. അതിൻ്റെ കൂടെ ഒരു എസ്സും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ s റൈസ് ടു n പ്ലസ് 1 വന്നു. അപ്പോൾ എൽ ഓഫ് ടി റൈസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ s റൈസ് ടു n പ്ലസ് 1 ആയിരിക്കും.